ഹലോ, നമസ്കാരം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും പൂക്കൂടയുടെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായി പോയിൻസെറ്റിയായാണ് പൂക്കൂട തയ്യാറാക്കുന്നത്. നാട്ടുമ്പുറത്തൊക്കെ ക്രിസ്മസ് ഫ്ലവർ എന്ന് പറയാറുള്ള ഈ ചെടി ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിനാണ് ധാരാളമായി ഉപയോഗിക്കാറ്. ഈ ചെടിയുടെ തളിരിലകളാണ് ഇങ്ങനെ ചുവന്ന നിറത്തിൽ കാണുന്നത്. ഈ ഇലകൾ ക്രേപ്പ് പേപ്പർ കൊണ്ട് ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഈ ഇലകളുടെ നടുക്ക് കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ബെല്ലുകൾ പോലുള്ള ഭാഗം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇതുപോലൊരു ചുവന്ന ക്രേപ്പ് പേപ്പറിൻ്റെ കഷ്ണവും മഞ്ഞ ക്രേപ്പ് പേപ്പറിൻ്റെ കഷ്ണവും എടുത്ത് ഫെവിക്കോൾ ഉപയോഗിച്ച് രണ്ടും കൂടി ഒട്ടിച്ചെടുക്കാം. ഇനി ആ മഞ്ഞ നിറമുള്ള ഭാഗം ഇതുപോലെ തിരിച്ചു പിടിച്ച് കത്രിക കൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത് മുഴുവനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഗോൾഡൻ വയർ എടുത്ത് ഇത് അതിലേക്ക് ചുറ്റിക്കൊടുക്കാം. കുറച്ച് ഫെവിക്കോൾ പുരട്ടി ടൈറ്റായി ആ ഗോൾഡൻ വയറിൽ ഇത് ചുറ്റിയെടുക്കാം. ഇതുപോലെ നീറ്റായി കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് പാരറ്റ് ഗ്രീൻ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ബെല്ലിൻ്റെ ഷേപ്പിൽ വീണ്ടും ചുറ്റിക്കൊടുക്കാം. ഇതുപോലൊരു 4-5 എണ്ണം ഉണ്ടാക്കി ആദ്യം തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ചുവന്ന ഇലകൾ നമുക്ക് ചുവന്ന ക്രേപ്പ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായി 3 അളവിലുള്ള ക്രേപ്പ് പേപ്പറുകളാണ് നമുക്ക് ആവശ്യം. അത് ഓരോന്നും എടുത്ത് കോണോട് കോൺ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇടതുവശത്തെ പേപ്പർ നേരെ തിരിച്ച് അതിൻ്റെ നടുക്ക്
ഒരു ഗോൾഡൻ വയർ വെച്ച് ഫെവിക്കോൾ കൊണ്ട് മറ്റേ പീസ് കൂടി ഒട്ടിച്ച് ചേർത്തെടുക്കാം. ഇതുപോലെ ആ 3 ഷീറ്റും നമുക്ക് കമ്പി ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം അവ ഓരോന്നും ഇതുപോലെ ഇലയുടെ ഷേപ്പിലേക്ക് നന്നായി കട്ട് ചെയ്തെടുക്കാം. വലുതും ചെറുതുമായി 3 അളവിലുള്ള ഇലകൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ തണ്ടിലേക്ക് ചുവന്ന ക്രേ പേപ്പർ കൂടി ചുറ്റി കൊടുക്കാം. അങ്ങനെ 3 അളവിലുള്ള ഇലകളും നമ്മൾ തയ്യാറാക്കി. ഇനി ഈ പച്ച നിറത്തിലുള്ള ഇലകൾ കൂടി നമുക്ക് പച്ച ക്രേ പേപ്പർ കൊണ്ട് തയ്യാറാക്കാം. ചുവന്ന ഇലകൾ തയ്യാറാക്കിയതുപോലെ തന്നെ കോണോട് കോണായി മുറിച്ചെടുത്ത് അതുപോലെ തന്നെ ഇലയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതും അതുപോലെ തന്നെ ഇലയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. പച്ച ഇലയ്ക്ക് പച്ച ക്രേ പേപ്പർ തന്നെ ചുറ്റി കൊടുക്കാം. അതുപോലെ കുറച്ചധികം ഇലകളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് തണ്ടിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബെല്ല് പോലുള്ള ഭാഗത്തിലേക്ക് ആദ്യം ചെറിയ ചെറിയ ഇലകൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് അതിലേക്ക് ക്രേ പേപ്പർ കൊണ്ട് തന്നെ ചുറ്റി ഒട്ടിച്ചെടുക്കാം. ഒരു റോയിൽ ആദ്യം ചെറിയ ഇലകളും അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത വലിപ്പത്തിലെ ഇലകളും മൂന്നാമത്തെ റോയിൽ ഏറ്റവും വലിയ ഇലകളും വെച്ച് അവസാനം പച്ച ഇലകളും വെച്ച് നമുക്ക് റൗണ്ട് ചെയ്ത് ക്രേ പേപ്പർ ചുറ്റി ഇത് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ പോയിൻസെറ്റിയ ഈസിയായി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസിന് നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത പോയിൻസെറ്റിയ കൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പൂക്കൂടയുടെ ക്രിസ്മസ് ആശംസകൾ. മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബായ്.